ഹലോ, നോക്കാം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുത്താൽ വളരെ സിമ്പിളാണ്. നോക്കുക, ക്യാഷ് പ്രൈസ് 12,000. ക്വസ്റ്റ്യനകത്ത് തന്നത് ക്യാഷ് പ്രൈസ് 12,000, down payment 4,000 and balance in 3 annual installment of 3,200. Calculate the interest of each installment. ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് 3,200 ആണ് തന്നിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രയാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡൗൺ പേയ്മെൻറ്റും തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എത്രയെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡൗൺ പേയ്മെൻറ്റ് 4,000 ആണ്. അതുകൂടാതെ 3 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് 3,200 എന്തെന്ന് പേ ചെയ്യുന്നുണ്ട്. അപ്പം ടോട്ടൽ HP പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ് 13,600 ആണ് ഹയർ പർച്ചേസ് പ്രൈസ്. അതിന് ക്യാഷ് പ്രൈസ് എത്രയാണ്? 12,000 ആണ്. അതായത് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലല്ലാതെ സാധാരണ സെയിൽസ്, ക്യാഷ് സെയിൽസായിട്ട് വാങ്ങുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന് എത്രയാണ്? 12,000 ആണ്. ഹയർ പർച്ചേസ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ എന്തുണ്ടാകും? ഹയർ ചാർജ്, ഇൻട്രസ്റ്റ് കൂടിയും ആഡ് ചെയ്തിട്ടാണ് ഹയർ പർച്ചേസ് ഉണ്ടാകുക. അപ്പോൾ എത്രയാണ്? 13,600 ആണ്. അപ്പോൾ എത്രയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്? 1,600 ആണ്. 1,600 ആണ്. ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് 1,600. എങ്ങനെ കിട്ടാം? ഹയർ പർച്ചേസ് നിന്ന് ക്യാഷ് പ്രൈസ്, ടോട്ടൽ ഹയർ പർച്ചേസ് നിന്ന് ടോട്ടൽ ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി നോക്കാം, എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എത്രയാണ് ഉണ്ടാകുക? 13,600 ആണ് ഉണ്ടാകുക. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എത്ര കൊടുക്കണം? 13,600 അടക്കണം. ആ സമയത്ത് നമ്മൾ എന്തടച്ചിട്ടുണ്ട്? ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. ബാക്കി വരുന്ന എമൗണ്ട് 9,600. ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് 9,600. അപ്പോൾ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ ഇയറിൽ എത്ര ഉണ്ടാവും? 9,600ൻ്റെ അന്ന് 3,200 ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പം 6,400 ഉണ്ടാവും. തേർഡ് ഇയറിൽ എത്ര ഉണ്ടാവും? 6,400 ആണ് ബാക്കിയുള്ളത്. 3,200 ആ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് 3,300. ഇനി ഇതിൻ്റെ റേഷ്യോസ് എടുക്കാം. ഇപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും റേഷ്യോസ് എടുക്കുക. 9,6, 6,4, 3,2. അതിൻ്റെ റേഷ്യോ ചുരുക്കി വന്നാൽ 3:2:1 കിട്ടും. ഓരോ വർഷവും ഔട്ട്സ്റ്റാൻഡിങ്ങിലുള്ള എമൗണ്ട്, ഫസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ്, സെക്കൻഡ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, തേർഡ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനെ വരുന്ന എമൗണ്ടിൻ്റെ റേഷ്യോസ് എടുക്കും. റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളതിനെന്ത് ചെയ്യുക? ഫസ്റ്റ് ഇയറിൽ വരുന്നത് നമുക്ക് ടോട്ടൽ വരുന്ന ഇൻട്രസ്റ്റ് 1,600 ആണ്. അതിനെ 3 × 3/6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 3/6 എങ്ങനെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നത് 3 അല്ലേ? 3/6 ടോട്ടൽ 3,216, 3/6. അപ്പോൾ എത്ര കിട്ടും? 800 കിട്ടും. അതിന് സെക്കൻഡ് ഇയറിൽ എങ്ങനെ വരും? 1,600 × 2/6. തേർഡ് ഇയറിൽ 1,600 × 1/6. അങ്ങനെയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും അടക്കാനുള്ള എമൗണ്ട് കിട്ടുന്നത്. 800, 5,000, 53, 267. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.